ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് പുഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതൊരു വട്ടം ഞാൻ ട്രൈ ചെയ്ത് ഫ്ലോപ്പായ റെസിപ്പി കൂടിയാണ്. അപ്പോൾ വെറുതെ റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു റീല് കണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ തോന്നി. നേരെ കിച്ചണിലോട്ട് വിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ഞാനല്ല കേട്ടോ ഉണ്ടാക്കണത്, ഉമ്മാനെ വിളിച്ചു ചേർത്ത് ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ കരാമൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടതാണ് ബ്രെഡ്, പാല്, 2 മുട്ട. അത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. പിന്നെ ബ്രെഡിലോട്ട് ആവശ്യമായ പാലൊഴിച്ച് പിന്നെ 2 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ടിട്ട് ഒന്ന് ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ബ്രെഡ് ആയതേ കൊണ്ട് തന്നെ പാല് ചേരുമ്പോൾ അത് സ്മൂത്തായി നല്ലതിലേക്ക് മിക്സായി കിട്ടും. അപ്പോൾ അങ്ങനെ ആക്കി ഉടച്ചിട്ട് എടുക്കുക. പിന്നെ അതിക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ച ഷുഗർ കാരമൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നമ്മളതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് കേക്ക് ടിന്നിൻ്റെ എല്ലാ സൈഡുക്കും അത് സർക്കുലർ മോഷനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല രസത്തിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു, ഇളം കാറ്റ്. അപ്പോൾ നമ്മൾ ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്ത മിക്സ് എടുത്ത് അടിച്ചെടുക്കുന്നുണ്ടോന്ന് മിക്സിയിൽ. ഗൈസ് കാരമൽ ഒഴിച്ചപ്പോൾ പൊട്ടിപ്പോയി ഗൈസ്, മിക്സ് ഒഴിച്ചപ്പോൾ. പിന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് ചെമ്പട്ടിയില്ലേ, അലുമിനിയത്തിൻ്റെ ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആ റിങ്ങില്ലേ, നമ്മൾ ഫുഡൊക്കെ എടുക്കണ ചൂടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിന്മേലാണ് നമ്മൾ നമ്മുടെ കേക്ക് ടിന് സെറ്റാക്കി കൊടുക്കുന്നത്. ആവിക്ക് വേവിക്കാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ടിന്നൊന്ന് അടച്ചു വെക്കണം, വെള്ളം തിളക്കുമ്പോൾ വെള്ളം അതിൻ്റെ ഉള്ളിൽ ആവാതെക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ചെമ്പട്ടി അടച്ചു. അപ്പോൾ അത് ഇനിയൊരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈയിലല്ല ലോയിലല്ല മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. വെയിറ്റിന് വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ കാരമൽ മെൽറ്റ് ആക്കിയ ചട്ടിയിൽ അതിൻ്റെ ബാലൻസ് കുറച്ച് ഉണങ്ങിയിട്ട് ചൂടാറിയിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അതിൽ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഉമ്മാനെ കൊണ്ട് കുത്തിടിപ്പിക്കുകയാണ്. അത് ഉമ്മ കുറേ ട്രൈ ചെയ്ത് ലാസ്റ്റ് ഉമ്മാക്കും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂച്ചനെയൊക്കെ കൊഞ്ചിക്കണം കേട്ടോ ഗൈസ്. ആഫ്റ്റർ 50 മിനിറ്റ്സ് നമ്മളത് എടുത്ത് നോക്കി, അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പം ഉമ്മ സൈഡൊക്കെ ഒന്ന് വേറിട്ട് വരാനും വേണ്ടിയിട്ട് കത്തിയോണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡൊക്കെ ഇതാക്കിയിട്ട് ഉമ്മ തന്നെ മറിച്ചിട്ടു. അപ്പോൾ ഇന്ന് എന്തായാലും ഫ്ലോപ്പ് ആയതൊന്നുമല്ല, നല്ലതിലേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ഒഴിച്ചപ്പോൾ പൊട്ടിയില്ലേ കാരമൽ, അതിൻ്റെ പാടാണ് കേട്ടോ ഇതിൻ്റെ മേലക്കൂടെ ഉള്ളത്. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. കാരണം ഞാനൊരു വട്ടം ഫെയിലായതാണ് ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട്. മാത്രമല്ല ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയും ഡിഷും കൂടി ആയിക്കാരം. എല്ലാവരും ചിലവരൊക്കെ ഇതിൽ ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തും കൂടെ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.